നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കാതിരിക്കുകയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള CPM-ഉം ആയിരിക്കുമെന്ന് വലിയ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട സീറ്റുകളിൽ 2 എണ്ണമാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. വളരെ വലിയ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഇവിടെ പോളിംഗിൽ CPM UDF സ്ഥാനാർത്ഥികൾക്കായിട്ട് ക്രോസ് വോട്ട് ചെയ്യുമെന്നുള്ളൊരു അഭ്യൂഹം അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തടയാനായി സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പാർട്ടിയുടെ പ്രമാണിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വിവാദങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ CPM-നെയും പ്രതിരോധത്തിലാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തി CPM-നെതിരെ ആഞ്ഞടിച്ചതും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പിക്ക് ഇക്കുറി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തായ്ക്കണ്ടിക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനുമെതിരെ കടുത്ത നടപടികൾ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം നൽകിയത് സംബന്ധിച്ച് CMRL MD അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കുവാൻ പറ്റിയ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിൻ്റെ കൈവശം ഉണ്ട് താനും. അതേസമയം മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ED നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യലടക്കം പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് EDയുടെ വാദം. EDക്കെതിരായിട്ട് ശശിധരൻ കർത്തായും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ മുഖ്യമായുള്ളത് വീണ തായ്ക്കണ്ടിയുടെ കമ്പനിയുമായുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ ജയപരാജയങ്ങൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസമായിട്ടുള്ള ജൂൺ 4-ന് ശേഷം കേരളത്തിൽ വൻ രാഷ്ട്രീയ സുനാമികൾക്ക് തന്നെ വഴിമരുന്നിട്ടേക്കാം. ഇതിനെ പ്രതിരോധിക്കുവാൻ CPM-നും മുഖ്യമന്ത്രിക്കുമാവുമോ എന്നാണ് ഉയരുന്ന ചോദ്യം തന്നെ. എന്തായാലും വരുന്ന ദിവസങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എന്തും സംഭവിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ ദിവസങ്ങൾ മാത്രവും ശേഷിക്കെ കേരളത്തിൽ പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ആ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് മകളുടെ എക്സാലോജിക് കമ്പനിയും ഒപ്പം തന്നെ മാസപ്പടി വിവാദവുമാണ്. അതുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് മുൻപോ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിനൊപ്പമോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നേക്കാം എന്നുള്ള കാര്യത്തിലും സംശയമില്ല.